തമിഴ്നാട് മന്ത്രിസഭയിലേക്ക് മുസ്ലിം ലീഗും പാപനാശം എംഎൽഎ ഷാജഹാൻ മന്ത്രിയാകും. മുസ്ലിം ലീഗ് മന്ത്രിസഭയിൽ ചേരണമെന്ന് വിജയ് ആവശ്യപ്പെട്ടിരുന്നു. നേതൃയോഗത്തിൽ തീരുമാനമായിട്ടുണ്ട്. ആദിൽ പാലോട് വിവരങ്ങൾ നൽകും. അതിൽ തമിഴ്നാടിന്റെ ചരിത്രത്തിൽ തന്നെ ആദ്യ സഖ്യകക്ഷി സർക്കാർ അധികാരത്തിൽ വരികയാണ്. 59 വർഷത്തിന് ശേഷം കോൺഗ്രസിന് ഒരു മന്ത്രി ഉണ്ടാകുന്നു. ഇപ്പോൾ ലീഗും ഈ ഒരു മന്ത്രിസഭയുടെ ഭാഗമാകുന്നു. അപ്പോൾ ഈ ഒരു സഖ്യകക്ഷി ഭരണം കൂടുതൽ വിപുലീകരിക്കുകയാണ് വിജയ്. ഉറപ്പായും അങ്ങനെ തന്നെയാണ്. വിജയ് നേരത്തെ തന്നെ കോൺഗ്രസ് അംഗമായിരുന്നു. ഇപ്പോൾ ഇന്ന് സത്യപ്രതിജ്ഞ നടന്നപ്പോൾ 2 കോൺഗ്രസിന്റെ MLA-മാർ മന്ത്രിമാരായി സത്യപ്രതിജ്ഞ ചെയ്തിരുന്നു. ഇതിനൊപ്പം തന്നെ പിന്തുണ നൽകിയ VCK ലീഗ് കക്ഷികളോട് മന്ത്രിസഭയിൽ അംഗമാകണം എന്ന് ജോസഫ് വിജയ് ആവശ്യപ്പെട്ടിരുന്നതാണ്. അതിലൊരു തീരുമാനം വന്നിരിക്കുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട വാർത്തയായി ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത്. ഒരു MLA സത്യപ്രതിജ്ഞ ചെയ്ത് മന്ത്രിയാകും. അത് വിജയ് മന്ത്രിസഭയിൽ അംഗമാകുമെന്നുള്ളതാണ്. നേരത്തെ തന്നെ DMK യുടെ സഖ്യമായി വിജയിച്ചപ്പോഴൊന്നും ലീഗിന് മന്ത്രിസ്ഥാനം ഒന്നും ലഭിച്ചിരുന്നില്ല എന്നുള്ളതാണ്. ദീർഘകാലമായി ലീഗ് DMK-ക്കൊപ്പമുള്ള സഖ്യകക്ഷിയാണ്. ഇപ്പോൾ മന്ത്രിസഭയിൽ അംഗമാകുന്നു എന്നതാണ്. അത് ഉടനെ വരുന്ന അടുത്ത ഘട്ടത്തിലുള്ള സത്യപ്രതിജ്ഞയിലായിരിക്കും 2 പേർ കൂടി ഒരാൾ കൂടി ലീഗിൽ നിന്നും ഒരാൾ VCK-യിൽ നിന്നും സത്യപ്രതിജ്ഞ ചെയ്യുക. പാപനാശത്തു നിന്നുള്ള MLA ഷാജഹാൻ ആയിരിക്കും മന്ത്രിയാവുക എന്നാണ് ഇന്നിപ്പോൾ ലീഗ് തമിഴ്നാട്ടിൽ നേതൃയോഗം കൂടി തീരുമാനിച്ചിരിക്കുന്നത്. ശരി.